Once again, a very good evening to one and all present over here. As I said in the morning, today a special guest is with us, Dr. Sandeep Arora, Chancellor of Kalinga University. As I said in the morning only, just I gave a call to him, he was in Delhi, and he said that okay. So first of all, I would like to thank and welcome you, sir. आपका स्वागत है, अभिनंदन है. And really, today's function we all, I hope that we enjoyed as we are awaiting for the results. Definitely, कुछ लोगों की heart beating बढ़ रही होगी. I can understand, but some or the other way you have to face it. That is very clear. And I am very thankful to judges also, so entire team. So let us go ahead and wait for the result. Thank you. Thank you, Sri Vinod Pillai. നമ്മൾ റിസൾട്ട് ഫലപ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ജഡ്ജസിന്റെ ഒരു വിലയിരുത്തലിനായിട്ട് ആദ്യമായി ശ്രീ കാവാലം ശ്രീകുമാർ. മനോഹരമായ ഈ ഛത്തീസ്ഗഡിലെ ഈ റായ്പൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഈ പ്രദേശത്ത് ഇവിടെ വന്നുകൂടിയിട്ടുള്ള ഈ കോണ്ടസ്റ്റൻസ്, അതിൽ ഈ 3 ഗ്രൂപ്പിലും ചില എന്താ പറയണ്ട സംഗീതപരമായിട്ടുള്ള ഒരു എക്സലൻസിൻ്റെ ഒരു സ്പാർക്ക് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ആ സ്പാർക്ക് പൂർത്തീകരിക്കണമെങ്കിൽ അത് ഒരു എന്താ പറയണ്ട അതിൻ്റെ ഒരു ധന്യതയിൽ എത്തണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ സംഗീതത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഇവിടെ കുറവാണ് എന്നറിയാം. എങ്കിലും ഈ പ്രദേശത്തെ സംഗീതത്തെ നിങ്ങൾ സ്വീകരിക്കുക. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡിൽ കുറെ ഫോക്ക് വളരെ അവൈലബിൾ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഫോക്ക് സോങ്സ്, അത്തരം പാട്ടുകളും ഒക്കെ നിങ്ങളത് സ്വീകരിക്കുക. അതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് മെലഡീസും ഒക്കെ പാടാൻ സാധിക്കും. അതുപോലെ കാരണം നമ്മുടെ ഈ ഫോക്ക് ആർട്ട് ഫോംസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർ അതിനെ ടേക്കപ്പ് ചെയ്ത്, കാരണം ഞാൻ എൻ്റെ അച്ഛനെയൊക്കെ ഓർത്ത് പോകണേ, ഹി യൂസ് ടു കളക്ട് ലോട്ട് ഓഫ് ഫോക്ക് സോങ്സ് അവൈലബിൾ ഇൻ ദോസ് ഡേയ്സ്. സോ അതൊന്നും ഇപ്പം ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പോഴും അതിൻ്റെ ഒരു പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ചില നിങ്ങൾ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയാൽ ചിലപ്പോൾ ഇപ്പോഴും കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അതിൽ കുറച്ച് ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും പിൽക്കാലത്ത്. എൻ്റെ അച്ഛനൊക്കെ എൻ്റെ നാട്ടിലെ കുട്ടനാട്ടിലെ അവിടെ വളർന്ന് അവിടുത്തെ കർഷകരുടെ ഗാനങ്ങളും അവിടുത്തെ മറ്റ് തൊഴിൽ ചെയ്തിരുന്ന ഓരോ സമുദായത്തിൽപ്പെട്ട അവരുടെയൊക്കെ ഗാനങ്ങൾ, പിന്നെ ഫോക്ക് സോങ്സ് അവരുടേതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ കേട്ട് അതിൻ്റെ ഒരു ബലത്തിലാണ് പിന്നീട് നാടകവും കവിതയും ഗാനങ്ങളും ഒക്കെ എഴുതിയത്. അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അതിന് ഗവേഷണം നടത്താനോ ഒക്കെ സാധിക്കും. അപ്പൊ അത് ഒരു സൈഡായിട്ട് നിങ്ങളുടെ ഒരു പാഷനായിട്ട് എടുത്താൽ സംഗീതത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി നേടാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദി പാർട്ടിസിപ്പൻസ്. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൈസ്, നിങ്ങൾ സംഗീതത്തെ ഗൗരവമായിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ശ്രീമതി ഗംഗ. ആദ്യം തന്നെ ഐമ വോയിസിന് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ സോണിൽ പോയിട്ട് നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ നമുക്ക് നേരിൽ കാണാനും അവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാനും അത് വിലയിരുത്താനും ഞങ്ങളെ കൊണ്ടാവുന്ന ഉപദേശങ്ങളും വഴികളും പറഞ്ഞു തരാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഏമയ്ക്ക് ആദ്യം നന്ദി പറയാണ്. അതുകൊണ്ട് ഛത്തീസ്ഗഡിലെ ഈ റായ്പൂർ എന്ന സ്ഥലത്തിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇവിടെ എത്താൻ പറ്റി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഗായകർ വന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ നാട് വിട്ട് എത്രയോ ദൂരത്തിൽ
സംഗീതം മലയാളം പാട്ടുകൾ ഇന്നും കേൾക്കുകയും അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരുപാട് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എല്ലാവരും പാട്ടുകൾ നിറയെ കേൾക്കുക. അധികം ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും ഇതിനൊരു ടെൻഷനിലായിരിക്കും. അപ്പോൾ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ നമ്മളത് എങ്ങനെ നമുക്ക് സംഗീതം പഠിക്കാനുള്ള അവസരമില്ല അല്ലെങ്കിൽ അതിനുള്ള വഴികളില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയാതെ യൂട്യൂബിൽ എല്ലാ ട്യൂട്ടോറിയൽസും ഉണ്ട്. കർണാട്ടിക് ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ, സിനിമാ പാട്ടായിക്കോട്ടെ, വോയിസ് കൾച്ചർ ആയിക്കോട്ടെ, വെസ്റ്റേൺ ക്ലാസിക്കൽ ആയിക്കോട്ടെ, നമ്മൾ എന്താ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സജഷൻസ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഞങ്ങളൊക്കെ തന്നെ എപ്പോഴും ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ പറ്റും. രാഗങ്ങളെ പറ്റി ആയാലും ശരി, ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി എത്രയോ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഇന്നിപ്പോ നമ്മുടെ കൈ തുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് പറയാം അല്ലെ, ടിപ്സ് ഓഫ് യുവർ ഫിംഗർ. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാം, കഴിയുന്നത്ര അതില് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പാട്ടുകൾ കുറെ കേൾക്കുന്നതാണ് ഏറ്റവും വലിയ ലേണിംഗ്. കേൾവി ജ്ഞാനം എന്ന് പറയും, ഇയർ ട്രെയിനിങ്. അതായത് ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ അവര് ഇയർ ട്രെയിനിങ് എന്നുള്ള ഉപയോഗം. അപ്പൊ ഇയർ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു പാട്ട് പാടുമ്പോൾ അതിന്റെ ശ്രുതി എന്താണ്, ആ ശ്രുതിയിൽ തന്നെ നിന്ന് പാടാനും അതിന്റെ താളം, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 4 തൂണാണ് സിനിമാ സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം. താളം, ശ്രുതി, ഭാവം, പിന്നെ ശബ്ദം എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശബ്ദത്തിനെയും നന്നാക്കി എടുക്കാനുള്ളതാണ് ഈ വോയിസ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ വോയിസ് കൾച്ചർ നിറയെ ടിപ്സ് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പകർത്തി തരാൻ മാത്രമേ പറ്റുള്ളൂ. എഫേർട്സ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും വിഷിംഗ് എ വെരി ഗുഡ് ഫ്യൂച്ചർ മ്യൂസിക്കിൽ. അത് സീരിയസ് ആയി എടുക്കുന്ന കുട്ടികൾക്കും അല്ല പാഷനായിട്ട് കൊണ്ടുപോകുന്നവർക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഫലപ്രഖ്യാപനമാണ് ഇത്. ഫലപ്രഖ്യാപനത്തിന് മുൻപ് ഒരു അറിയിപ്പ്. നമ്മളിത് വലിയൊരു എഫർട്ടാണ്. മറുനാട്ടിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അല്ലെങ്കിൽ സംഗീതത്തിൽ താല്പര്യമുള്ള ആളുകൾ മുകളിലേക്ക് വരാനുള്ള എയിമയുടെ ഭാഗത്തുള്ളൊരു ശ്രമമാണ് ഇത്. ഇത്തവണ ഈ സംഗീത മത്സരം അനൗൺസ് ചെയ്തിട്ടപ്പോഴേ തന്നെ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് ഇതിൽ വിജയി ആകണമെങ്കിൽ, അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്നവരാണ് അടുത്ത സ്റ്റേജുകളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങളെ അറിയിച്ചിരുന്നു. അതിനോട് ഓർമ്മിപ്പിക്കുന്നു. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1ാം സ്ഥാനം കിട്ടുന്ന ആള് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ മിനിമം 80% മാർക്ക് ഉണ്ടാവണം. 2ാം സ്ഥാനം കിട്ടുന്ന ആള് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ 70% മാർക്ക് ഉണ്ടാവണം. 3ാം സ്ഥാനം കിട്ടുന്ന ആളുകൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകുവാൻ വേണ്ടത് 60% മാർക്കാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസ് പ്രഖ്യാപിക്കുകയും ഒപ്പം ആരൊക്കെയാണ് അടുത്ത സ്റ്റേജ്, അതായത് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അർഹത നേടിയിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഫിനാലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഡിസംബർ മാസം 25-ാം തീയതി മുതൽ 28-ാം തീയതി വരെ കൊച്ചിയിലാണ് നടക്കുന്നത്. കൊച്ചിയിലെ താങ്ക്സ് ടു മലയാളംസ് മോസ്റ്റ് പോപ്പുലർ എന്റർടൈൻമെന്റ് ചാനൽ ഫ്ലവേഴ്സ് TV അവര് അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ റൗണ്ടിലെ ഇത് ലൈവായിട്ട് തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താങ്ക്സ് ടു ശ്രീകണ്ഠൻ നായർ സാർ, ഒപ്പം അതിന്റെ ഡയറക്ടർ ശ്രീ VC പ്രവീൺ. എന്തായാലും റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ജഡ്ജസ് റിസൾട്ട് പറയും. ജൂനിയർ വിഭാഗത്തിൽ ചെസ് നമ്പർ 101 third prize goes to chess number 101. Chess number 101 third prize Drishti S Anil. A big round of applause. The second prize goes to 102. Ishan Raj, 102. Chess number 102, Ishan Raj. Runner-up. And first prize goes to chess number 104. Shivani Vijay Kumar. Shivani Vijay Kumar, chess number 104. The winner of junior category.
അപ്പൊ ജൂനിയേഴ്സിന്റെ വിജയികളായിട്ടുള്ള ജൂനിയേഴ്സിന്റെ 3 വിജയികളിൽ ആദ്യത്തെ 2 സ്ഥാനക്കാരാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയിരിക്കുന്നത്. സീനിയർ വിഭാഗത്തിൽ 3rd പ്രൈസ് കിട്ടിയിരിക്കുന്നത് 203. ആകെ 3 പേരേ ഉള്ളൂ. അതിൽ 3rd പ്രൈസ് 203. Nayana Johnson, chess number 203. Nayana Johnson. Second prize goes to chest number 201. 201, Ashwin Madhu Nair. Chess number 201, Ashwin Madhu Nair, runner-up. അപ്പൊ പിന്നെ ഫസ്റ്റ് പ്രൈസ് ആർക്കാന്ന് അറിയാലോ, 3 പേരല്ലേ ഉള്ളൂ. റെഡി ആയിക്കോളൂ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആള് പറയാതെ തന്നെ. Chess number 204. 204, Charlotte Shaiji. A big round of applause for Charlotte Shaiji. സീനിയർ വിഭാഗത്തിലെ 3 വിജയികളിൽ ആദ്യ സ്ഥാനം 1ാം സ്ഥാനം കിട്ടിയ ആളാണ് ഫിനാലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. സൂപ്പർ സീനിയർ വിഭാഗത്തില് ചെസ് നമ്പർ 3rd prize goes to chess number 307. 307, Srijit TV. Second runner-up, അടുത്തതായി സെക്കൻഡ് പ്രൈസ് 304. 304, chess number 304 is Lata Narayanan. And first prize goes to chess number 305. 305, Nikhil Tirumangalattam. She was waiting for a long time. She's so happy. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കിട്ടിയ മത്സരാർത്ഥിക്കാണ് ഫിനാലയിൽ പങ്കെടുക്കാനുള്ള അർഹത നേടിയിരിക്കുന്നത്. A big round of applause for all the participants and the winners. Congratulations to the winners, those who have qualified the final rounds. First of all, though it is a little late, but I welcome AIMA. This is the second event we hosted. First was a visit by Mr. Muthukad from Trivandrum. And this is the second event which has happened. First of all, I like to thank Dr. John, who has connected Kalinga University to the Malayali Association and Malayali community. One thing I really appreciate about AIMA and the Kerala Samajam here is that you people are keeping the community together and you are keeping the community engaged. And that's an incredible job you are doing. And thank you so much. And congratulations to all the winners. Thank you. താങ്ക് യു സർ. താങ്ക് യു സർ. ഒപ്പം ശ്രീ ബൈജു ജോണിനെ കുറിച്ച് പറയാതെ വയ്യ. കാരണം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലുള്ള ആളാണ്. ഇന്നലെ മുതൽ ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം നമ്മളോടൊപ്പമാണ്. മറ്റുള്ള ആളുകളൊക്കെ ശ്രീ വിനോദ് പിള്ള നിൽക്കുന്നത് പോലെ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു. Thank you, sir. Thank you. Always welcome. We are there at your service. And I am also a part of AIMA. So thank you. നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. നൗ വോട്ട് ഓഫ് താങ്ക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു say thanks to our entire Kalinga University, particularly Chancellor Dr. Arora and Director General Dr. John, who has given me good opportunities and entire system to our AIMA Boys program. And sir, we are very much thankful to you from our bottom of the heart, and future also we are taking the opportunity from you, sir. Thank you. And second, ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒരു സ്പാൻ ഓഫ് ടൈമിലായിരുന്നു. ആ ടൈമിനുൾപ്പെടെ
ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഓണറബിൾ പ്രസിഡന്റ് ശ്രീ വിനോദ് പിള്ള സാറിനും ഒരു താങ്ക്സ് പറയണം. കാരണം ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും പ്രോഗ്രാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് എന്തെങ്കിലും കുറ്റങ്ങളോ ഒട്ടങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസും പാരൻസും അല്ലെങ്കിൽ ഐമയുടെ എല്ലാ മെമ്പർമാരും ഞങ്ങളോട് ക്ഷമിക്കണം. ദെൻ വി ഹാവ് ടു സിൻസിയർ താങ്ക്സ് ടു അവർ ജഡ്ജസ് കാവാലം ശ്രീകുമാർ ചേട്ടൻ ആൻഡ് ഗംഗാ മേഡത്തിന്. നിങ്ങളെപ്പോലെ പരിചയപ്പെട്ടതായ രണ്ട് ജഡ്ജസിനെ കിട്ടിയത് നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാവരും അഭിമാനമാണ്. സർ, താങ്ക് യു ഫോർ യുവർ kind visit, sir. And now all the participants and teachers, their parents or entire IMA team from all the other states, thank you very much for your wonderful evening. Thank you.